നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടുണ്ട്. റേക്ക് വെച്ച് നമുക്ക് മണിയെ മാനിഫെസ്റ്റേഷൻ കഴിയും? തീർച്ചയായിട്ടും പറ്റും. അതിന് റേക്കി ഉണ്ട്, അതേപോലെ തന്നെ മണി റേക്കി ഉണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പൈസ വേണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉണ്ട്. അത് ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്, അത് വേണം. അതുണ്ടെങ്കിൽ കാര്യം മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യമാക്കിയാൽ മതി. എന്ത് ബിസിനസ് ചെയ്താലും എത്രയൊക്കെ മുന്നോട്ട് പോകുന്ന വെച്ചാൽ തടസ്സങ്ങൾ വരിക മനസ്സിലാക്കണം. നമ്മുടെ ലൈഫ് കർമ്മയുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ ചെയ്ത വെച്ചാലൊക്കെ നമ്മളെന്തിനാണ് അനുഭവിക്കുന്നത്? അനുഭവിക്കാൻ യോഗ്യരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അവരുടെ രൂപം. അതുകൊണ്ടാണ് ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ ചെയ്ത പ്രശ്നങ്ങൾ ഈ കർമ്മം ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്? ഒരുപാട് വഴികളുണ്ട്. നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടുണ്ട്. റേക്ക് വെച്ച് നമുക്ക് മണിയെ മാനിഫെസ്റ്റേഷൻ കഴിയും? തീർച്ചയായിട്ടും പറ്റും. അതിന് റേക്കി ഉണ്ട്, അതേപോലെ തന്നെ മണി റേക്കി ഉണ്ട്. രണ്ട് എനർജീസ് ഉണ്ട്. അതായത് റേക്കിയിൽ നമുക്ക് എന്തും പോസിബിളാണ്. മണി റേക്കി എന്ന് പറയുന്നത് സമ്പത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന എനർജിയാണ്. അതായത് നമ്മൾ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതേപോലെ അതായത് റേക്കിയുടെ തന്നെ, റേക്കിയിലുള്ളതല്ല മണിരേക്കി, പക്ഷെ അതിലെ അതെ അതെ മണിരേക്കി ഉണ്ട്. മണിരേക്കി വെച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഈവൻ റേക്കി വെച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവർ ആ ഒരു കാലഘട്ടത്തിൽ രക്ഷപ്പെട്ടിലേക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ചെറിയ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കടം വാങ്ങിച്ചുള്ള ആളുകൾ, അവർക്ക് കൊടുക്കാൻ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5-6 മാസം കാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലരും ഗോളായിട്ടൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഭാവിയിൽ ഞാനൊരു കോടീശ്വരനാകുന്നു, അല്ലെങ്കിൽ ഒരു മില്യണർ ആകുന്നു, 1 വർഷത്തിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ 1 കോടി രൂപ വരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നീഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പൈസ വേണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉണ്ട്. അതിന് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മുടെ വില്ലനും നമ്മുടെ ഹീറോയും നമ്മൾ തന്നെയാണ്, നമ്മുടെ മൈൻഡാണ്. നമുക്ക് ആദ്യം തടസ്സം സൃഷ്ടിക്കുന്ന നമ്മുടെ വില്ലൻ. രാഹുൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നു, ഒരു പുതിയൊരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം രാഹുലിൻ്റെ മൈൻഡിൽ വരുന്ന സാധനം, നടക്കുമോ? ആദ്യം തോന്നുന്ന തോട്ടതാ, ഇത് നടക്കുമോ, സക്സസ് ആയിട്ടില്ലെങ്കിൽ പണി കിട്ടുമോ, ഞാൻ ഇത്രയും പൈസയൊക്കെ എടുത്തിട്ടാണ്. ഈ തോട്ട്സാണ് ആദ്യം കട്ട് ചെയ്ത് കളയേണ്ടത്. അതായത് നെഗറ്റീവ് തോട്ട്സ് പാടില്ല. പലർക്കുള്ള പ്രശ്നം അതാണ്. കാരണം കുട്ടിക്കാലം തൊട്ടേ കേട്ട് വരുന്ന ഒരു വൃത്തികെട്ട ആചാരമുണ്ട്. അതായത് നീ അധികം സ്വപ്നം കാണണ്ടേ, നിന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, അവനവന് പറ്റുന്നത് പൊക്കിയാൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ട് വളരുന്നത്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും, എടാ നിന്നെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ നീ ചെയ്താൽ മതി, നമ്മളെ കണ്ട് നീ ഇതിനിറങ്ങണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാവരിലും ഉള്ള എനർജി തിരിച്ചറിഞ്ഞാൽ മതി. നമുക്ക് ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്താണ് വേണ്ടത്. ദെൻ അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യരുത്. പിന്നെ അത് നടക്കുമോ ഇല്ലയോ, നടക്കത്തില്ലയോ, മുന്നോട്ട് പോകണോ വേണ്ടയോ, വേണ്ട, മുന്നോട്ട് പോകുന്നു. പക്ഷെ അവിടെ ഒരു റിസ്ക് അനാലിസിസ് എപ്പോഴും ചെയ്യണ്ടേ? നമ്മൾ എന്ന് നമ്മുടെ മൈൻഡിലത് ഉറപ്പിക്കുന്നോ ആ മൊമെൻ്റ് തൊട്ട് നമ്മുടെ ഉള്ളിൽ ആ കോസ്മിക് എനർജിയും യൂണിവേഴ്സും തമ്മിൽ ഒരു കണക്ഷനുണ്ട് ഇല്ലേ? ഒരു കണക്ഷൻ. ഇത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആദ്യം നമ്മൾ മൈൻഡിലൊരു എയിം സെറ്റ് ചെയ്യണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മളതിന് ആക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പം രാഹുൽ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പാണ് രാഹുലിൻ്റെ മൈൻഡിലുള്ളതെന്ന് വിചാരിക്കും. ആദ്യം രാഹുൽ എന്ത് ചെയ്യണം? ഇത് മൈൻഡിൽ സെറ്റ് ചെയ്യണം. ഇന്നേ സ്ഥലത്ത് നമുക്ക് തുടങ്ങാം. അപ്പം സ്ഥലം ഒന്ന് പോയി കാണാം, അതാണ് ഫസ്റ്റ് നിങ്ങളുടെ ആക്ഷൻ. ആ സ്ഥലം പോയി ലൊക്കേഷൻ പോയി കാണുന്നു, അതിന് പറ്റിയൊരു ഏരിയ ആണോ എന്ന് നോക്കുക. ദെൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, അസറ്റ് എത്രയുണ്ട്, എത്ര വെച്ച് തുടങ്ങും. അതായത് നമ്മുടെ ആക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹത്തെ ആവശ്യമായി കാണും. പലരും ആഗ്രഹം മാത്രമാണ്, ആഗ്രഹം വേറെയാണ്, ആവശ്യം വേറെയാണ്. നിങ്ങൾക്കിപ്പം വിശന്നിരിക്കുകയാണ്, വിശക്കുന്ന സമയത്ത് ഭക്ഷണം നിങ്ങളുടെ ആവശ്യമാണ് അല്ലേ? പക്ഷേ അത് ആഗ്രഹമാകുന്ന എപ്പോഴാണ്? ബിരിയാണി തന്നെ കഴിക്കണം എന്ന് പറഞ്ഞത് ആഗ്രഹമാണ്. അതേസമയം ഞാൻ നല്ലൊരു ചോറും അത്യാവശ്യം നല്ല കറികളൊക്കെ ആയിട്ട് തരുന്നത് നിങ്ങളുടെ ആവശ്യം അവിടെ ഫുൾഫില്ലായി. അതായത് ആവശ്യത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എപ്പോഴും
ആവശ്യം, അതായത് നമ്മുടെ ആഗ്രഹത്തെ ആവശ്യമാക്കി മാറ്റുക. അതായത് ഇപ്പം ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹമല്ല, അത് ആവശ്യമാണ്, എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വേണം. ഈ രീതിയിലേക്ക് നമ്മൾ മാറണം. എന്നിട്ട് അതിന് വേണ്ടുന്ന ആക്ഷൻസ് കൊടുക്കുക. എത്ര ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എടുക്കരുത്. ഭഗവത്ഗീതയിൽ പോലും ഭഗവാൻ പറഞ്ഞൊരു വചനം അതാ, മറ്റുള്ളവർ നിന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നുവോ എന്ന നിൻ്റെ ആ ചിന്തയാണ് നിൻ്റെ നാശത്തിന് കാരണമാവുന്നത്. മനസ്സിലായോ? അതായത് ഞാനൊരു കാര്യം ഇപ്പം രാഹുൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ വന്നിട്ട് പറയാം ഇതുകൊണ്ട് മുന്നോട്ട് പോകണ്ടേ, പണി കിട്ടുന്നതാ തോന്നുന്നു. ആദ്യം നിങ്ങളുടെ ഉള്ളൊരു നെഗറ്റീവ് വന്നു, എടുക്കരുത്, മുന്നോട്ട് പോവാം. ആളുകൾ എന്ത് വേണോ പറയാം, കാരണം നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ സക്സസ് ആകുന്നത്. അവർ പുറത്തുള്ള എനർജീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർക്കറിയാം ഞാൻ മുന്നോട്ട് തുഴഞ്ഞാലേ ഞാൻ അങ്ങോട്ട് എത്തത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഏറ്റവും നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യും. അവരുടെ ആക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അവർ വിൻ ചെയ്യും. അവരറിയുന്നില്ല അവരുടെ ഉള്ളിലെ കോസ്മിക് എനർജിയാണ് യൂണിവേഴ്സായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. സോ മണിയിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യത്തിൽ സ്റ്റക്കാകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുട്ടിക്കാലം തൊട്ടേ കേട്ട് വരുന്നൊരു സാധനമാണ്, നീ നന്നാവില്ല, നിനക്ക് ഇത്രയേ പറ്റുള്ളൂ, നീ അതിനർഹനല്ല, ഇതെല്ലാം എടുത്ത് ആദ്യം കളയുക. ദെൻ ഫോക്കസ് ചെയ്യുക, എന്ത് വേണം അതിന് വേണ്ടി ആക്ഷൻ കൊടുക്കുക, മുന്നോട്ട് പോവുക. ബാക്കി ആ സുപ്രീം പവർ നോക്കിക്കോളൂ. പിന്നെ നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും ചില ആളുകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എന്ത് ബിസിനസ് ചെയ്താലും എത്രയൊക്കെ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ തടസ്സങ്ങൾ വരിക. മനസ്സിലാക്കണം, നമ്മുടെ ലൈഫ് കർമ്മയുമായിട്ട് കണക്റ്റഡ് ആണ്. എന്ത് തന്നെയാണെങ്കിലും എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന സോൾസ്, സാഹചര്യങ്ങൾ എല്ലാം യൂണിവേഴ്സായിട്ടൊരു കണക്ഷനുണ്ട്. ഇതൊന്നും യാദർശികമായി സംഭവിക്കുന്നതൊന്നുമല്ല. ഓൾറെഡി പ്രിപ്പയർഡാണ്, ഓൾറെഡി പ്രോഗ്രാംഡാണ്. അപ്പം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന സോൾസ്, നമുക്ക് പണി തരാൻ വരുന്ന ആളുകളാണെങ്കിൽ പോലും അതൊക്കെ ഒരു കാർമിക് കണക്ഷനാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഫൈനാൻഷ്യൽ സ്റ്റക്ക് സിറ്റുവേഷൻസ്, അതും നമ്മുടെ കർമ്മയാണ്. നമ്മൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള ബാഡ് കർമാസ് ഉണ്ട്. ഈവൻ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ നമ്മുടെ ആൻസസ്റ്റേഴ്സ്, അതായത് നമ്മുടെ പൂർവികർ ചെയ്തത്, ഈവൻ നമ്മൾ തന്നെ ഈ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നു പോകുന്ന മണി റിലേറ്റഡ് ആയിട്ടുള്ള ബാഡ് കർമാസ് ഉണ്ട്. നമ്മുടെ പണം കൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിനോ മനസ്സിനോ അവരുടെ സ്വത്ത് വകകൾക്കോ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തിരിച്ചടിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പണത്തിന് പ്രശ്നം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരസുഖം വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അടുത്ത അസുഖം, ഇങ്ങനെ കയ്യിൽ നിന്നും പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? കർമ്മയാണ്. അതും കർമ്മ തന്നെ, എല്ലാം കർമ്മയാണ്. നമ്മളിരുന്ന് സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ കർമ്മ എൻ്റെ മാത്രമല്ലേ, അപ്പോൾ ആ കുടുംബത്തിൽ എങ്ങനെയാണ് വരുന്നത്? എനർജറ്റിക്കലി കണക്ഷൻ വരും. അതായത് നമ്മുടെ പൂർവികർ, നമ്മൾ പറയുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, രസകരമായി, അവർ ചെയ്ത അച്ഛനൊക്കെ നമ്മളെന്തിനാണ് മാം അനുഭവിക്കുന്നത്? അനുഭവിക്കാൻ യോഗ്യരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അവരുടെ രൂപം, അവരുടെ കഴിവുകൾ, അവരുടെ ഭൂമി, സ്വത്തുവകകൾ, ആഭരണങ്ങൾ എല്ലാം. എങ്കിൽ അവരുടെ ബാഡ് കർമാസം സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ ചെയ്ത പ്രശ്നങ്ങൾ നമ്മളെ അലട്ടും എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു മോശം കാര്യം ചെയ്താൽ നാളെ നമ്മുടെ തലമുറ അത് ബാധിച്ചിരിക്കും, അതിലൊരു സംശയം വേണ്ട. കാരണം എന്താ, നമ്മുടെ DNA ആണ് അവരുടെ ഉള്ളിലുള്ളത്, അല്ലേ? ഇത് കണക്റ്റഡ് ആണ്. ആ കർമ്മ നമ്മളിലേക്ക് വരും. അതുകൊണ്ടല്ലേ അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് വരുന്നത്. ആലോചിച്ച് നോക്കും. നമ്മുടെ കർമ്മ മറ്റുള്ളവർക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുക. ബ്ലഡ് റിലേഷൻ എന്തായാലും എഫക്റ്റ് ചെയ്യും, കാരണം DNA കണക്ഷൻ വരുമല്ലോ. ബ്ലഡ് റിലേഷൻ എന്തായാലും വരും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ അല്ലാത്തതാണ്, അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. അത് ബ്ലഡ് റിലേഷൻ അല്ല, പക്ഷേ അത് കർമ്മ വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ. ഈ കർമ്മം ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരുപാട് വഴികളുണ്ട്. കർമ്മ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് കർമ്മ ക്ലിയറിങ് മെഡിറ്റേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ കോഡ് കട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ഉണ്ട്. കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു എനർജറ്റിക് കണക്ഷൻ വരും ആരുമായിട്ട്. ഇപ്പം ഞാനും രാഹുൽ ഇത്രയും നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലൊരു എനർജറ്റിക് കണക്ഷൻ വരും. അത് വേണ്ടാത്ത കണക്ഷനാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. അതായത് തൻ്റെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റീസ് എന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എനിക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ പലതരത്തിലുള്ള നെഗറ്റിവിറ്റീസും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു അതൊക്കെ ടെക്നിക്സാണ്. ഞാൻ മാത്രമല്ല ഉള്ളു, എല്ലാ സ്പിരിച്വൽ ഹീലേഴ്സും ചെയ്യുന്നൊരു ടെക്നിക്സാണ്.
നമുക്ക് പറയാം, അത് കോഡ് കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും എനർജറ്റിക് കണക്ഷൻ നമുക്ക് വരുന്നത് നമ്മുടെ ബെല്ലി ബട്ടണിലാണ്, അതായത് നമ്മുടെ പൊക്കിൾ. അപ്പോൾ ഒരാളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പം ഞാനൊരു തലശ്ശേരിയാണ്, ഞാൻ തലശ്ശേരിക്കാരിയാണ്. രാഹുലിൻ്റെ സ്ഥലം എവിടെയാണ്? കൊട്ടാരക്കര. നമ്മുടെ സ്ലാങ് തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ടാവും. ഞാൻ പക്കാ തലശ്ശേരി ഭാഷയല്ല കേട്ടോ സംസാരിക്കുന്നത്. പക്കാ തലശ്ശേരി ഭാഷ പറഞ്ഞാൽ കുറേ ആൾക്ക് മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പോയിന്, വന്നിന്, കഴിച്ചിന്, കുടിച്ചിന് ഇനി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടേതായ സ്ലാങ് ഉണ്ടാവും. എന്താ സ്പെഷ്യാലിറ്റി ആ ഭാഷ എനിക്കറിയില്ല കേട്ടോ. നമ്മള് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അച്ചടി ഭാഷയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ കുറച്ചുകൂടെ തമിഴ് ചൊവ്വ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പം അണ്ണൻ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും, അതേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ചു കാലം കൊട്ടാരക്കരയിൽ വന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ അറിയാതെ ആ ഭാഷ കാച്ചി ഇപ്പൊ രാഹുൽ തലശ്ശേരി വന്നാൽ പോയിനെ വന്നിട്ട് നോക്കാൻ അങ്ങോട്ട് കിട്ടും. ഓക്കെ, അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ എനർജറ്റിക് കണക്ഷനാണ്. അതായത് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങളതുമായിട്ട് പരിചയപ്പെടും. നിങ്ങൾ ആരും അത് പഠിപ്പിക്കുന്നില്ല, പക്ഷേ നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് അത് വരും. അത് എനർജറ്റിക്കലി കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരാളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ചില ആളുകളെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കാം. നമ്മൾ പറയില്ലേ, അവൻ വന്നാൽ നമ്മുടെ വൈബ് മൊത്തം മാറും, അല്ലെ അവൾ വന്നാൽ കംപ്ലീറ്റ് ഫുൾ അത്രയും ഡെസ്പായിട്ടിരിക്കുന്ന ഒരു ഗ്യാങ് പോലും ഫുൾ ഹാപ്പി ആവുന്നു, ചിരിയും വർത്താനവും ഒരു ഫുൾ ജോളി മൂഡിലേക്ക് മാറും. ഒരാൾ മതി, കാരണം അവരുടെ വൈബ്രേഷൻ അത്രയും ഹയർ ആയിരിക്കും. അവരുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് ഒരു എനർജറ്റിക് കണക്ഷൻ വരുന്നതാണ് നമ്മളും ആ മൂഡിലേക്ക് മാറാൻ കാരണം. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മളുമായിട്ട് ഇവരൊക്കെ കണക്റ്റ് ആവുന്നുണ്ട്, അവരിലുള്ള നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ, ഇതിനെ നമ്മൾ എത്തറിക് കോഡ് എന്നാണ് പറയുക, എത്തറിക് കോഡ്. ഓക്കെ, ഇതൊരു സാങ്കല്പികമായൊരു കോഡാണ്, സാങ്കല്പികമായൊരു കണക്ഷനാണ്, സ്പിരിച്വാലിറ്റി ചെയ്യുന്നൊരു ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ അവരിൽ നിന്നും നമ്മളിലേക്ക് വരുന്ന ആ നെഗറ്റീവ് കോഡ്സിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വലിച്ചു പിടിക്കും. ദെൻ റൈറ്റ് ഹാൻഡ് ഒരു നൈഫാണെന്ന് കരുതിയിട്ട് കട്ട് കട്ട് കട്ട്. ഇത് വെറുതെ ചുമ്മാ പഠിച്ചിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, വിത്ത് ഇമോഷൻ. ഇമോഷൻസിനൊക്കെ ഭയങ്കര ശക്തിയാണ്. ഇമോഷനോട് കൂടിയിട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ റിലീഫ് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി വന്നു, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇത് കഴിഞ്ഞ് വേറെയും ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്കറിയില്ല, എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്തെ ടയേർഡാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്നിലേക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് എനർജീസും കട്ട് 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 നട്ടത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എനർജി കൂടും. അത് ശരിക്കും മൈൻഡിൽ എടുത്തിട്ട് വേണം ചെയ്യാൻ. അത്രയും ഇമോഷനോട് കൂടിയിട്ട് ചെയ്താൽ കോഡ് കട്ടിങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നെഗറ്റിവിറ്റീസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ടെക്നിക്സ്. ഇങ്ങനെ നെഗറ്റീവുകൾ പോയി കഴിഞ്ഞാൽ മണി നമ്മളിലേക്ക് ഒഴുകി വരുമോ? തീർച്ചയായിട്ടും. നമ്മളാണ് ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്. നമ്മൾ മെൻ്റലി ബ്ലോക്ക് സൃഷ്ടിക്കും, ഇമോഷണലി ബ്ലോക്ക് സൃഷ്ടിക്കും. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ മണി റിലേറ്റഡ് കർമ്മ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമുക്ക് മണി റേക്ക് വെച്ചിട്ട്. എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, ഇപ്പം കയ്യിൽ ₹1 പോലും എടുക്കാനില്ല എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളുടെ കയ്യിൽ പണം ഉണ്ടാവും. അപ്പോൾ ₹1 പോലും കയ്യില്ലാത്ത ഒരാളുടെ, അപ്പോൾ അയാൾ എന്നും ജോലിക്ക് പോകുന്ന ഒരു ഉപകരണം നശിച്ചു പോയി കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും പണം ഉണ്ടാക്കി, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പണം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിടത്തൊരു സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞ് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, പണം വരില്ല. അവിടെ എന്താണ് ഇപ്പം പറഞ്ഞില്ലേ, ഒരു ടൂള് നശിച്ചുപോയി, അത് നമുക്ക് ആഗ്രഹമല്ല, ആവശ്യമാണ്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അത് ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്, അത് വേണം, അതുണ്ടെങ്കിലേ കാര്യം മുന്നോട്ട് പോകുള്ളൂ. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യമാക്കിയാൽ മതി. ആഗ്രഹങ്ങളെ ആവശ്യമാക്കി മാറ്റുക. ഇപ്പോൾ വണ്ടി വാങ്ങണം, ഒരു 4 വീലർ വേണം, രാഹുലിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ രാഹുൽ പറയാണ് എൻ്റെ വൈഫിന് 2 കുട്ടികളുണ്ട്, കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് സങ്കല്പിക്കാം. ഇപ്പം വൈഫിന് 2 കുട്ടികളുണ്ട്, 2 വീലറിൽ പോകുന്ന ഒരു സാഹസമാണ്. അവിടെ വാഹനം, കാർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യമായി, മനസ്സിലായി, ആഗ്രഹത്തെ ആവശ്യമാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടുന്ന എഫേർട്ട് എടുക്കും. ഇനി ഇത് വണ്ടി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് വേണ്ടുന്ന എഫേർട്ട് എടുക്കും. EMI പറ്റിയിട്ട് അന്വേഷിക്കും, കാർ ഷോറൂമിൽ പോയിട്ട് നോക്കും, പറ്റുന്ന എന്തൊക്കെ വഴികളുണ്ട് അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ ആക്ഷൻസ് കൊടുക്കുകയാണ് അവിടെ. നിങ്ങൾ പോലും അറിയേണ്ടത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ മൈൻഡ് ത്രൂ ബ്ലോക്ക് വെക്കുന്നതാണ് പലതിൻ്റെയും, നമ്മൾ തന്നെയാണ് തടസ്സം വെക്കുന്നത്.
നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ വില്ലനും ഹീറോയും എല്ലാം.